റഹീമുമായിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് നിർത്തിക്കോളണം. ഞാൻ ഇപ്പോഴും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുന്നത്, ഇവിടെ വെച്ച് നിർത്തിക്കോളണം. തള്ളയ്ക്ക് എന്തിനാണ് റഹീമുമായിട്ട് ബന്ധം വെക്കുന്ന? എൻ്റെ ഒരു വാപ്പ ജീവിച്ചിരിക്കുമ്പോൾ അന്യ പുരുഷൻ തന്നെയാണ് നിങ്ങൾക്ക്. ഞാൻ ബന്ധം തീർന്ന് നിൽക്കുമ്പോഴും എവനും തമ്മിൽ വിളിയുണ്ടാണ്. പലതവണ ഞാൻ വിലക്കിയതാണ്. എവൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്റെ ഉമ്മയാണ് എന്നെ അങ്ങോട്ട് വിളിക്കണേന്ന്. പക്ഷേ ഇന്ന് ഞാൻ എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തപ്പം ഞാനൊരു ചെറുപ്പക്കാരിയാണ്. ഞാൻ 1994 ജനിച്ചൊരു വ്യക്തിയാണ്. എനിക്കൊരു ലൈഫ് വേണ്ടേ? പിന്നെ എൻ്റെ ഇക്കാര്യം ഞാൻ നന്നാക്കിക്കൊണ്ട് വരണം ഇൻഷാ അള്ളാ. അതിന് ഇന്ന് ഇന്ന് 4ാമത്തെ ദിവസമാണ് ഗുളിക സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഇന്ന് 4 ദിവസവും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയ ഡിപ്രഷൻ ഉണ്ട്, അത്രേ ഉള്ളൂ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നെജിലയുടെ മകൾ ആ ഉമ്മയുടെ അടുത്ത് നിൽക്കുന്നിടത്തോളം കാലം ആ ഉമ്മ ചീത്തവിളി കേട്ടുകൊണ്ടേയിരിക്കും. ചില സമയത്ത് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ സ്വാഭാവികമായിട്ട് വിഷമം വരികയാണ്. ആ നെജില പറയുന്നത്, ഉമ്മയുടെ അടുത്ത് ഞാൻ എന്ത് വിശ്വസിച്ചാണ് മകളെ അവിടെ നിർത്തുന്നത്? അവർ നല്ല സ്ത്രീ അല്ല, അവരുടെ അടുത്ത് എന്റെ മകളെ വിട്ടു കഴിഞ്ഞാൽ അവളും ചീത്തയാവും എന്നാണ് ഈ നെജില പറയുന്നത്. ശരിക്കും അതൊക്കെ കേൾക്കുന്ന നമുക്ക് പോലും വിഷമം വരുന്നുണ്ട്. അപ്പൊ ആ ഉമ്മയുടെ അവസ്ഥ എന്തായിരിക്കും? കണ്ടാ, രാത്രിയായിട്ടും അലപ്പിനൊരു കുറവുമില്ല. തള്ളേരെ സംസാരമാണ് കേൾക്കുന്നത്. പബ്ലിക്ക് കേൾപ്പിച്ചു കൊടുക്കട്ടെ. മിണ്ടരുത്, ലോകം കേക്കട്ടെ. അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പോലീസ് പറഞ്ഞിട്ടുണ്ട് ഈ കോമ്പൗണ്ടിൽ കയറരുതെന്ന്. പിന്നെ കാണിച്ചു തരാം, ഇങ്ങോട്ട് വാ കാണിക്കായി. ഇനി വാ കാണിക്കായി. നിങ്ങൾക്ക് കേൾക്കണോ എൻ്റെ ഉമ്മാരെ കഥാപ്രസംഗം? എന്റെ കോമ്പൗണ്ടിനകത്ത് കയറരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ കിണറ്റി ചാടാനായിട്ട് കഴിഞ്ഞ ആഴ്ച വന്നേ, ഇവിടെ കയറരുത്. പിന്നെ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എന്റെ കോമ്പൗണ്ടിൽ കയറരുതെന്ന്. പണ്ടേ പറഞ്ഞിട്ടുണ്ട്. എടി പോടി. പിന്നെ അവിടെ കിടന്ന് അലക്കേയുള്ളൂ, ഇവിടെ കിടന്ന് അലക്കൂല. നാട്ടുകാർക്ക് ചെവി കൊടുക്കാൻ. നാണമില്ല, മുണ്ടെടുത്തിട്ടില്ല. നാണം ഉണ്ടാന്ന് കഥവും കടയിലേക്കാ. നാണം ഉണ്ടാന്ന്, മുണ്ടെടുത്തിട്ടുണ്ട് നാണയ്ക്കാൻ. എനിക്കൊരു കൗൺസിൽ ഇതായി. വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റണില്ല. ലോകം മൊത്തം വിളിച്ച് എന്നെ കുറിച്ച് മൊത്തം അനാവശ്യങ്ങളും പറഞ്ഞു. അപ്പൊ ഞാൻ കേട്ടോണ്ടിരിക്കണോ? ബന്ധം നിർന്നിരിക്കുന്ന റഹീമിനെ എന്തിനു വിളിക്കണം? റഹീം വേറെ ആരടുത്തും അല്ല പറഞ്ഞത്, എൻ്റെ അടുത്താണ് പറഞ്ഞത്. നിന്റെ വാപ്പായും ഉമ്മായും വിളിച്ചിട്ടാണ് ഞാൻ നിന്റെ വീട്ടിൽ വരണേന്ന് റഹീമാണ് പറഞ്ഞത്. വക്കീലിനെയും കൂട്ടി എന്നിട്ട് വാപ്പാരുടെ അടുത്ത് ചോദിച്ചിട്ട് വാപ്പ പറയാണ് വാപ്പ ഏറ്റിട്ടില്ല. എൻ്റെ വാപ്പ ഇതാ ഇപ്പോഴും കിടന്ന് യുദ്ധമാണ്. മെനിങ്ങാന്ന് കല്ലുറക്കി ഇറങ്ങിയെന്ന്, മുളക് പൊടി വാരി എറിയേക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കല്ലുമണ്ണും വാരി എറിയേക്കാം. ഇങ്ങനെ ഉണ്ടാ തള്ളമാര്, പല തള്ളമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഒരു വല്ലാത്തൊരു തള്ളയാണ്, പറയാതിരിക്കാൻ പറ്റണില്ല. വെളിയിലോട്ട് ഇറങ്ങാൻ വയ്യ. വെളിയിലോട്ട് പോലും നിങ്ങൾ നോക്കുക. ഷാൻ അവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നെജിലയിൽ നിന്ന് മകളെ മാറ്റിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലമാണ്. എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് പിന്നെ കൈയും കാലും ഇട്ട് അടിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതിലും നല്ലത് അവളെ സുരക്ഷിതമായിട്ട് അവളുടെ ഉമ്മിച്ചാമ്മയുടെ വീട്ടിലേക്ക് ആക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഒരു മനുഷ്യൻ മദ്യപിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, എന്താ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം അങ്ങനെ മകളെ കൊണ്ടുപോയതിന് ഉമ്മയെ കുറെ ചീത്ത വിളിച്ചത് കൊണ്ട് ഒന്നും കാര്യമില്ല. എന്തായാലും ആ കുട്ടിയുടെ സുരക്ഷിതത്വമാണ് അവര് നോക്കിയത്. അവർക്ക് വേണ്ട ഒരു കാര്യം പറയാ, ഇത് വേണ്ടി ഞാൻ ഇവിടെ ഉള്ളപ്പോ അവർക്ക് വന്നിട്ട് ബഹളം വെച്ചിട്ട് ഇവിടെ ഒന്നും പേടിക്കാൻ പറ്റൂല. മറ്റേന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ബഹളം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്വർണം കൊടുക്കേ, പൈസ കൊടുക്കേ, ഇരിക്കുന്ന പൈസ കൊടുക്കേ. അവർക്ക് ആവശ്യത്തിന് പൈസ വേണം. അതിന് ഇവിടെ സ്വർണ്ണമായാലും ശരി, എന്തായാലും ശരി. അവർ ഇട്ട് കൊടുത്തെന്ന് പറയുന്നില്ല, അത് ഇട്ട് കൊടുത്ത ഈ 2 ഉമ്മാരായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതിന്റെ കണക്കൊക്കെ അവർക്ക് അറിയാവൂ, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചോദിച്ചിട്ടുമില്ല, എല്ലാവർക്കും അറിയാം. ഇപ്പൊ എന്റെ കാര്യത്തില് അന്നൊരു റബ്ബർ വളയെ കിടന്നപ്പോഴും പൈസ കിട്ടാത്തതിന്റെ പേരില് അവരെന്ത് ചെയ്ത് ഇവളെ പിടിച്ചു വെച്ചാൽ എന്നെ ഇവളെ ഒഴിവാക്കൂന്നാണ് അവര് ചിന്തിക്കുന്നത്. അത് തെറ്റാണ് കേട്ടാ. എവിടെ തൊട്ടാ ഇവള് തിളങ്ങി പോവും, ചിലപ്പോ ഇനിയും പിണങ്ങും, വീണ്ടും വരും. അത് നമ്മളെ ജീവിതത്തിൽ ഉള്ളതാണ്. പിന്നെ ഒരു കാര്യമാണ്, എവിടെ തൊട്ടാ എവിടെ പൊള്ളോന്ന് അവർക്കറിയാം. നെജിലയുടെ ആദ്യ
ഹസ്ബൻഡ് ഈ ഉമ്മയെ വിളിക്കുന്നത് പോലും നെജിലയ്ക്ക് ഭയങ്കര സംശയമാണ്. അവരുടെ മകളുടെ കാര്യം തിരക്കാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ഉമ്മയെ വിളിക്കുന്നത്. അതുപോലെ നെജില വേറൊരു രീതിയിലാണ് പറഞ്ഞുണ്ടാക്കുന്നത്. കാരണം അവര് തമ്മിൽ എപ്പോഴും ഫോൺ വിളിയാണ്, അവര് തമ്മിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ശരിക്കും അതൊക്കെ വളരെ തെറ്റാണ്. അവരുടെ മകളുടെ ഹസ്ബൻഡായിരുന്നു, ആ കുട്ടിയുടെ വാപ്പയാണ്. ആ ഒരു ബന്ധം വെച്ചിട്ടായിരിക്കും ആ ഉമ്മ കാര്യങ്ങൾ സംസാരിക്കാൻ വിളിക്കുന്നത്. ആ കുട്ടിയുടെ കാര്യങ്ങൾ എന്തായാലും വാപ്പയുടെ കൂടെ സംസാരിക്കണമല്ലോ, അതിനു വേണ്ടിയിട്ടായിരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത്. അതിന് നെജില രണ്ടാമതൊരു മീനിങ് ആണ് നെജില കൊടുക്കുന്നത്. ശരിക്കും ഉമ്മാമാരെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ശരിക്കും വിഷമമുണ്ട്. ബാപ്പ അറിയാതെ റഹീമുമായിട്ട് എന്റെ തള്ള എന്തിനു മിണ്ടുന്നു, എന്റെ തള്ളേനെ ഫോൺ ചെയ്തെന്നാണ് പറഞ്ഞത്. ആദ്യത്തെ ലൈഫിലും ഞാൻ റഹീം ഗൾഫിൽ നിൽക്കുമ്പോഴും എന്നെ അല്ല കൂടുതൽ വിളിക്കുന്ന, ഉമ്മയാണ് വിളിക്കുന്ന. അതിന്റെ ചെല്ലി നമ്മൾ തമ്മിൽ വിഷയം ഉണ്ടായിട്ടുണ്ട്. ഇത് പബ്ലിക് അറിയണം, ലോകം അറിയണം. കാരണം എന്ന് വെച്ചാൽ എന്റെ ലൈഫ് അന്നൊന്നും എന്റെ തള്ള ഒറ്റ ഒരാളാണ് ഈ ഒരു ബന്ധം ഇങ്ങനെ ആയത്. നഷ്ടപരിഹാരം തന്നാടാ റഹീമേ. എടാ പട്ടി, നീ നിന്റെ ഒരു പെണ്ണിനെ നീ വിളിച്ചോണ്ട് വന്ന് നീ ഒരു മിണ്ടാപ്രാണിയെ അടിച്ച്, എന്നിട്ടല്ലേടാ നീ വാടകയ്ക്ക് പോയി കിടക്കണത്? നാറി, നിനക്ക് എന്തൊരു കാര്യമുണ്ട്? നിനക്ക് ക്രിമിനലായിട്ടും ലീഗലായിട്ടും എല്ലാം നിയമപരമായിട്ട് എനിക്ക് പോവാം. നീ ബീൻ ഫാമിലിയെ അവളെ വിളിച്ചിട്ട് പബ്ലിക്കിൽ എന്താ പറഞ്ഞത്? നിനക്ക് 10 വയസ്സ് വരെ നീ വളർത്തിയെങ്കിൽ നിനക്ക് യോഗ്യത ഉണ്ടടാ നാറിയെ. നീ ആ ഖബറിൽ കിടക്കണ കുട്ടിയെ പോയി ഒന്ന് കണ്ടിട്ടുണ്ടാടാ? ഒരു സലാം പറഞ്ഞിട്ടുണ്ടാടാ? നീ പറഞ്ഞ എന്തിനാണ്? എനിക്ക് നാണക്കേട്, നിന്റെ ജമാഅത്തിൽ തന്നെ അടക്കിയാ മതി. ഞാൻ പറഞ്ഞ ആ കൊച്ചിന്റെ കരച്ചില് ഒരു ദിവസം മൂളി, ഇപ്പൊ എന്റെ മോനാണാടി കരയണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ നീ വന്ന് കാണിക്ക ഒരു നോക്ക്, ചിലപ്പം ദുനിയാവില് ആ കുട്ടി എനിക്ക് കണ്ടെന്ന് വരൂല. ഞാൻ കരഞ്ഞിട്ടാണ് പറഞ്ഞത്. അപ്പോഴും പറഞ്ഞെന്തെന്നറിയാമോ? നിന്റെ ബാപ്പ ജമാല് സമ്പാദിച്ചു വെച്ചേക്കണാന്ന്. എടാ നാറിയേ, നിന്റെ ഉമ്മായെയും നിന്റെ പെങ്ങളെയും നീ സംരക്ഷിക്കണുണ്ടാടാ? നിന്റെ മോക്ക് ഇപ്പൊ ഗവൺമെന്റ് സ്കൂളിലായപ്പോ ചെലവില്ലെന്ന് തള്ള വിചാരിക്കണം. എടാ ഇത്രയും വർഷവും ഞാൻ അതിനെ പഠിപ്പിച്ച് ഒരു അടിസ്ഥാനം കെട്ടിപ്പൊക്കി കൊണ്ടുവന്നിട്ട് നീയും ബാക്കിയുള്ളവരും കൂടെ എന്റെ മോളെ തകർത്ത് കളഞ്ഞില്ലേടാ? CBSE പഠിക്കാൻ അവളെ കൊണ്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ എനിക്ക് എടുക്കാൻ അറിയാം. ഇത്രയും കാലം സംരക്ഷിച്ച് പഠിപ്പിക്കാനുണ്ടെങ്കിൽ ഇനിയും പഠിപ്പിക്കാം. എന്നെ കൊണ്ട് കഴിവുണ്ട് എനിക്ക് പഠിപ്പിക്കാൻ. ഒരുത്തന്റെ ഒരു നഷ്ടപരിഹാരവും മേടിച്ചിട്ടില്ല. നീ ചെലവിന് തന്നൊരു തെളിവ് കാണിയിരടാ പട്ടി. നമുക്ക് ഉമ്മമാരുണ്ട്. നമ്മുടെ ഉമ്മയെ കുറിച്ചിട്ട് ഒരു മോശം വാക്ക് ഇന്ന് വരെയ്ക്ക് നമ്മൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറയില്ല. കാരണം എന്താ, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായാൽ പോലും നമ്മൾ ഒരു മനുഷ്യനോട് ഒരു വകയും പറയില്ല. കാരണം എന്താ, നമ്മളെ പെറ്റ് വളർത്തിയ നമ്മുടെ ഉമ്മയാണത്. ഒരിക്കലും ഒരു മോശം വാക്ക് പോലും മറ്റൊരാളോട് നമ്മുടെ ഉമ്മയെ കുറിച്ചിട്ട് നമ്മൾ ഒരിക്കലും പറയത്തില്ല. പക്ഷെ ഈ നെജില ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. അപ്പൊ ആ ഉമ്മയുടെ അവസ്ഥ എന്തായിരിക്കും? ആ ഉമ്മ എന്തെങ്കിലുമൊക്കെ വായിരിക്കുന്ന പറയുന്നുണ്ടെങ്കിൽ അത് ആ മകളെ ഓർത്തിട്ട് ആദ്യം കൊണ്ട് മാത്രമാണ് ആ ഉമ്മ സംസാരിക്കുന്നത്. അവരുടെ ഒറ്റ മകളാണ്, ഈ 4 കല്യാണം കഴിച്ച്. അപ്പൊ അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ ആദ്യം കാണും അവളുടെ ജീവിതം എന്താവും എന്നുള്ള ആദ്യം കണ്ടാണ് ആ ഉമ്മ ഓരോന്ന് പറയുന്നത്. പിന്നെ റഹീമുമായിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് നിർത്തിക്കോളണം. ഞാൻ ഇപ്പോഴും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുന്നത്, ഇവിടെ വെച്ച് നിർത്തിക്കോളണം. പിന്നെ രായമേ, എന്റെ വീട്ടുകാർക്കോ ഞാനിപ്പോ എന്ത് പറഞ്ഞാലും എനിക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ, എന്റെ മക്കൾക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ നീയാണ് പബ്ലിക്കിൽ കൊണ്ടുവന്നത് താറുമാറാകിയ. നിന്നെ ഞാൻ വെറുതെ വിടൂല. നീയാണ് ഇതിന് ഉത്തരവാദി. നീ ഒരൊറ്റ ഒരുത്തി. നിന്റെ അമ്മ വന്ന് കണഞ്ഞു പറഞ്ഞല്ലോ, അതേപോലെ എന്റെ ഉമ്മ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോഴും നീ ചെയ്തില്ല. നീയാണ് ഇതിനെല്ലാം ഉത്തരവാദി, വേറെ ആരുമല്ല. ഇക്കാര്യം കേൾക്കുന്നുണ്ടാ? എനിക്കോ മക്കൾക്കോ എന്റെ വീട്ടുകാർക്കോ ഇക്കാരെ വീട്ടുകാർക്കോ എന്തെങ്കിലും വന്നാൽ ഉത്തരവാദി ഇവള് തന്നെയാണ്.